വെൽക്കം ടു CSCB ആസ്പിറൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് 2024-25 ബന്ധപ്പെട്ട ബാക്കിയുള്ള ചോദ്യങ്ങളാണ് കേട്ടോ. അപ്പോൾ നമ്മൾ 245 ചോദ്യങ്ങളാണ് മുൻപ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ പ്ലേലിസ്റ്റ് ഒന്ന് പോയി ചെക്ക് ചെയ്യാം കേട്ടോ. പിന്നെ നമ്മൾ മോഡൽ എക്സാമുമായി ബന്ധപ്പെട്ടിട്ട് മോഡൽ എക്സാം ചെയ്ത് നോക്കേണ്ടവർക്ക് ഗ്രൂപ്പ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അതിൻ്റെ PDF-ഉം അവൈലബിൾ ആണ്. 100 രൂപയാണ് കേട്ടോ കോഴ്സിന്. ചെറിയൊരു ചാർജ് മാത്രമേ നമ്മൾ ഈടാക്കുന്നുള്ളൂ. 20 ക്വസ്റ്റ്യൻ പേപ്പർ 1 മുതൽ 20 വരെയുള്ള സെറ്റായിട്ടുള്ള ഓരോ സെറ്റാണ്. എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. നമ്മുടെ CSCB ചോദിക്കുന്ന പോലെ തന്നെ എല്ലാ ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കണം. പ്ലസ് PDF വേണമെങ്കിൽ ആദ്യം ചെയ്ത് നോക്കുക ഓൺലൈനായിട്ട് ഗൂഗിൾ ഫോമിൽ. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, PDF വായിച്ച് പഠിക്കുകയും ചെയ്യാം. അല്ല, സമയക്കുറവുള്ളവർക്ക് PDF മാത്രം റെഫർ ചെയ്താലും മതി കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വാങ്ങി യൂസ് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ചാനലിൻ്റെ നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. മെറ്റീരിയൽ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരും. ഓക്കെ, പിന്നെ നമ്മുടെ കോപ്പറേറ്റീവ് ലോയുടെ കോഴ്സ് ഏകദേശം മിസ്സലേനിയസ് ആണ് ഇപ്പോൾ ഇനിയുള്ളത്. മിസ്സലേനിയസും കൂടിയേ ഉള്ളൂ. പക്ഷെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും, ഇനി പുതുതായിട്ട് പഠിക്കണം എന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് എപ്പോൾ വേണമെങ്കിലും ജോയിൻ ചെയ്യാം കേട്ടോ. ആ കോഴ്സിന് 500 രൂപയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് ഏകദേശം സക്സസ്ഫുള്ളായി തീരാൻ പോകുന്നു. അപ്പോൾ അത് കഴിഞ്ഞത് കൊണ്ട് തന്നെ നമ്മളൊരു റിവിഷൻ പോലെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റിവിഷൻ്റെ ടോപ്പിക്ക് നമ്മൾ ഡേ വൈസ് ടോപ്പിക്കാണ്. അപ്പോൾ അത് കോപ്പറേറ്റീവ് ലോ മാത്രമല്ല, നമ്മുടെ സെക്രട്ടറിയുടെ ഇപ്പം പുതിയ സിലബസ് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആ സിലബസുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ ചാപ്റ്റേഴ്സും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു റിവിഷൻ ടോപ്പിക്കാണ് നമ്മൾ ഇട്ടിട്ടുള്ളത്. Day 1, Day 2, Day 3 എന്ന് പറഞ്ഞിട്ട് 30 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ കറക്റ്റ് കാണണമെങ്കിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഒന്ന് പോയി ജോയിൻ ചെയ്തിടുക കേട്ടോ. അവിടെയാണ് അതിൻ്റെ അപ്ഡേഷൻസൊക്കെ കാണാൻ പറ്റുക. സോ അവിടെ നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് കാണാൻ പറ്റും. പിന്നെ PYQ സീരീസ് ഉണ്ടല്ലോ, നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ PDF അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്ന കുട്ടികളോട്, അത് നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിൽ അവൈലബിൾ ആണ് കേട്ടോ. കോപ്പറേറ്റീവിലൂടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ ചാനൽ ചെയ്യുന്ന എല്ലാ മെറ്റീരിയൽസും അവിടെ അവൈലബിൾ ആണ്. ഫോൾഡർ വൈസ് തിരിച്ച് നമ്മൾ എല്ലാം ഇൻക്ലൂഡഡ് ആക്കി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളുള്ളത്. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. 246 ഡാഷ് റേഷ്യോ ഈസ് ഹെൽപ്ഫുൾ ടു നോ ദ ഇമ്മീഡിയറ്റ് ക്യാഷ് പൊസിഷൻ ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇമ്മീഡിയറ്റ് ക്യാഷ് പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ടുള്ള റേഷ്യോ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് റേഷ്യോ ആണോ, നിയർ മണി റേഷ്യോ ആണോ, പ്രൈസ് ഇയറിംഗ് റേഷ്യോ ആണോ, പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ആണോ, നൺ ഓഫ് ദി എബവ് ആണോ? ഓക്കെ, അപ്പോൾ ഏത് റേഷ്യോ ആണ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ക്യാഷ് പൊസിഷൻ അറിയാൻ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഇപ്പോൾ ഉള്ള പ്രസൻറ്റ് സിറ്റുവേഷൻ അറിയാൻ ഉതകുന്നതാണ് ചോദിച്ചിട്ടുള്ളത്. കറണ്ട് റേഷ്യോ നമുക്കറിയാം, കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് ആണ് കേട്ടോ, അല്ലേ? അപ്പോൾ ഇവിടെ ആൻസർ വരുന്നത് ഏതാണ്? ആൻസർ വരുന്നത് നിയർ മണി റേഷ്യോ ആണ് കേട്ടോ. അപ്പോൾ നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ക്യുക്ക് റേഷ്യോ, ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ചിലപ്പോൾ ഈ നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ വഴിയില്ല, ചിലപ്പോൾ അറിയില്ല. പക്ഷേ ആസിഡ് ടെസ്റ്റ് റേഷ്യോ, ക്യുക്ക് റേഷ്യോ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് കത്തുമല്ലേ. അപ്പോൾ പുതിയൊരു പേരും കൂടിയാണ് നിയർ മണി റേഷ്യോ എന്നുള്ളത്. അതാണ് ഇമ്മീഡിയറ്റ് ലിക്വിഡിറ്റി ഓഫ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ മെഷർ ചെയ്യുന്ന റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നിയർ മണി റേഷ്യോ എന്താണ്? ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ, ഒരു ഫേമിൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലിക്വിഡിറ്റി പൊസിഷൻ മെഷർ ചെയ്യുന്നതാണ് നിയർ മണി റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മോസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡ്, പെട്ടെന്ന് കാശാക്കി മാറ്റാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ കേട്ടോ. ക്യുക്ക് അസറ്റ് എന്ന് പറയുക, അതിനെ ക്യുക്കായിട്ട് മാറ്റാൻ പറ്റുന്നത്, അതിനെ മാത്രമേ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുള്ളൂ. മോസ്റ്റ് ലിക്വിഡ് അസറ്റ് മാത്രം, മോസ്റ്റ് ക്യുക്ക് അസറ്റ് മാത്രമാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ക്യാഷ് മോസ്റ്റ് ലിക്വിഡാണ് അല്ലേ. ബാങ്ക് ബാലൻസസ്, അതുപോലെ വേഗം പോയാൽ നമുക്ക് ബാങ്ക് ബാലൻസസ് കയ്യിൽ ക്യാഷാക്കാം. അതുപോലെ മാർക്കറ്റബിൾ സെക്യൂരിറ്റീസും പെട്ടെന്ന് വിറ്റൊഴിവാക്കാൻ പറ്റും. റിസീവബിൾസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. എന്നാൽ ഇൻവെൻറ്ററീസ് അതിൽ പെടില്ല കേട്ടോ. ഇൻവെൻറ്ററീസ് അങ്ങനെയല്ല. അതുപോലെ തന്നെ ലെസ് ലിക്വിഡായിട്ടുള്ള കറണ്ട് അസറ്റ്സും അവർ മാറ്റി നിർത്തും. എന്തിൽ നിന്നാണ് മാറ്റി നിർത്തുന്നത്? ഈ ഒരു മോസ്റ്റ് ലിക്വിഡ് അസറ്റ്സ് എന്ന് പറഞ്ഞ കാറ്റഗറിയിൽ നിന്ന് മാറ്റി നിർത്തും. ഓക്കെ, പിന്നെ ഇവിടെ ഒരു ഓപ്ഷൻ പറഞ്ഞിട്ടുള്ളത് പ്രൈസ് ഏർണിങ്സ് റേഷ്യോ ആണ്. അപ്പോൾ പ്രൈസ് ഏർണിങ്സ് റേഷ്യോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഷെയറുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് വരുന്നത്. ഒരു ഇൻവെസ്റ്റർ കമ്പനി ഏർണിങ്സ് എന്ന് എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. റിഫ്ലക്റ്റിംഗ് ഇറ്റ്സ് പെർസീവ്ഡ് വാല്യൂ ആൻഡ് ഗ്രോത്ത് പൊട്ടൻഷ്യൽ ഇൻ ദ മാർക്കറ്റ്. അതൊരു
കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും അതിൻ്റെ ഏർണിങ്സ് പെർ ഷെയർ, EPS എന്ന് പറഞ്ഞാൽ എന്താ, ഏർണിങ്സ് പെർ ഷെയർ ആണ്. അപ്പോൾ ആ കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസും ഏർണിങ്സ് പെർ ഷെയറും തമ്മിലുള്ള ഒരു ബന്ധമാണ് ഈ ഒരു പ്രൈസ് ഏർണിംഗ് റേഷ്യോയിൽ പറയുന്നത്. പ്രൈസ് ഏർണിംഗ് റേഷ്യോ എന്നാണ് പറയട്ടോ. പ്രൈസ് ഏർണിംഗ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്ക്, ഏർണിങ്സ് പെർ ഷെയർ അറിയാനുള്ളതാണ് കേട്ടോ. അവർ മാർക്കറ്റ് പ്രൈസ് എത്രയാണോ അത് ഡിവൈഡഡ് ബൈ ഏർണിങ്സ് പെർ ഷെയർ ആണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തത് എ പേഴ്സൺ ഹൂ ഓസ് മണി ടു ദ ബിസിനസ്. എളുപ്പമാണ് അല്ലേ? ഒരു ബിസിനസ്സിന് കൊടുക്കാനുള്ള ആൾ ആ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? ബിസിനസ്സിന് ബാധ്യതയാണ് അയാൾ അല്ലേ. സോ ബിസിനസ്സിന് കടം വെച്ച ആളാണ് അയാൾ. എന്തു പറയും? ബിസിനസ്സിന് പണം ഇങ്ങോട്ട് തരാണ്ട് ബിസിനസ്സിന് കിട്ടാണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ പറയുന്നത് എന്താണ്? ക്രെഡിറ്റർ എന്നാണോ, ഡെറ്റർ എന്നാണോ, ഡ്രോയർ എന്നാണോ, കസ്റ്റമർ എന്നാണ്? നമ്മുടെ കടക്കാരനാണ് അല്ലേ ആസ് എ ബിസിനസ്സിൻ്റെ കൺസെപ്റ്റിൽ. അപ്പോൾ അവരെ പറയുന്നത് നമ്മൾ ഡെറ്റർ എന്നാണ്. ഓക്കെ. ഡാഷ് ഈസ് ആൻ എമൗണ്ട് വിച്ച് ഇൻകേർഡ് ഇൻ റിട്ടേൺ ഫോർ സം ബെനഫിറ്റ്. അതും ഒരു എളുപ്പമുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത് എമൗണ്ടാണ് ഇൻകർ ചെയ്യുന്നത്? എന്തിനു വേണ്ടിയിട്ട്? റിട്ടേൺ നമുക്ക് തിരിച്ച് കിട്ടണം. ഫോർ സം ബെനഫിറ്റ്, കുറച്ച് എക്സ്പെൻസ് അല്ലെങ്കിൽ കുറച്ച് ബെനഫിറ്റ് അവൈലബിൾ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കുന്ന ഇൻകർ ചെയ്യുന്ന എമൗണ്ടിനെ എന്ത് പറയും എന്നാണ്? ഇൻകം എന്നാണോ പറയുക? ഇൻകം അങ്ങോട്ട് കൊടുക്കല്ലല്ലോ, നമുക്ക് ഇങ്ങോട്ട് കിട്ടുകയല്ലേ. എക്സ്പെൻസ് എന്നാണോ പറയുക? ഡ്രോയിങ്സ് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിന് ബിസിനസ്സിൽ നിന്ന് പിൻവലിക്കുന്ന തുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഉത്തരമായിട്ട് വരിക എന്താണ്? എക്സ്പെൻസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഇവിടെ ഉത്തരമായിട്ട് വരിക എക്സ്പെൻസ് ആണ്. Expense is an amount which is incurred in return for some business, some benefit. Okay, some benefit. ഇനി 249 നോക്കുകയാണെങ്കിൽ കമ്മീഷൻ അക്കൗണ്ട്. കമ്മീഷൻ അക്കൗണ്ട് എന്ത് അക്കൗണ്ടാണ്? നോമിനൽ അക്കൗണ്ട് ആണോ, പേഴ്സണൽ അക്കൗണ്ട് ആണോ, റിയൽ അക്കൗണ്ട് ആണോ, ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് ആണോ? ഏത് അക്കൗണ്ടാണ് കമ്മീഷൻ? കമ്മീഷൻ എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്ത്? കമ്മീഷൻ ഒരു നോമിനൽ അക്കൗണ്ട് ആണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാത്തപ്പോൾ നമുക്ക് പേഴ്സണൽ അക്കൗണ്ട് അറിയാം, റിയൽ അക്കൗണ്ട് അറിയാം, നോമിനൽ. ഇപ്പോൾ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്താണെന്ന് നോക്കാം. ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു റിയൽ അസറ്റോ അല്ലെങ്കിൽ റിയൽ പേഴ്സൺ അതൊന്നുമല്ല. അതൊരു അക്കൗണ്ടിങ് പർപ്പസിന് വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് എൻട്രൻസിൻ്റെ ഭാഗമായിട്ട് ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അക്കൗണ്ടിൻ്റെ എക്സാമ്പിൾസ് വേണമെങ്കിൽ നോക്കാം. പ്രിലിമിനറി എക്സ്പെൻസസ് ഉണ്ടല്ലോ, എക്സ്പെൻസസ് ഇൻകേർഡ് ഫോർ സ്റ്റാർട്ടിങ് എ ബിസിനസ് അല്ലേ, അതാണ് പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ. അത് ഒരു ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് വരുന്ന സാധനമാണ്. പിന്നെ ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്, അത് ഒരുപാട് നാളെടുക്കും ട്രീറ്റ് ചെയ്ത് ലോസ് ആണെങ്കിൽ അത് സ്പ്രെഡ് ഓവർ ഇയേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡെഫേർഡ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഇതുപോലെ തന്നെയാണ്, ഹെവി എക്സ്പെൻസ് ആണ്. അത് അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷവും എഴുതി കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് പറഞ്ഞു, അത് അഡ്ജസ്റ്റ് ചെയ്യണം ഓവർ എ പീരിയഡ് റാദർ ദാൻ ചാർജ്ഡ് ഓൾ അറ്റ്. ഒരുമിച്ചാക്കാതെ കുറച്ചേശെയാണ് എന്ത് ചെയ്യാം, അത് അഡ്ജസ്റ്റ് ചെയ്യുക. അതാണ് ലോസ് ഓൺ ഇഷ്യൂ ഓഫ് ഡിബെഞ്ചേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്റ്റീഷ്യസ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റിയൽ അസറ്റ്സോ അല്ലെങ്കിൽ റിയൽ ലയബിലിറ്റീസോ ഒക്കെ ഒന്നുമല്ല. ഗ്രാജുവലി അത് എന്ത് ചെയ്യും, റിട്ടേൺ ഓഫ് ചെയ്ത് അവസാനം 0 ആക്കും. പക്ഷേ ഗ്രാജുവലി മാത്രമേ അവർ റിട്ടേൺ ഓഫ് ചെയ്യുന്നുള്ളൂ. ഫിക്റ്റീഷ്യസ് അക്കൗണ്ട് എങ്ങനെയാണ്? ഗ്രാജുവലി മാത്രമാണ് അവർ റിട്ടേൺ ഓഫ് ചെയ്ത് ഇങ്ങനെ കുറച്ച് കൊണ്ടുപോകും. പിന്നെ റിയൽ അക്കൗണ്ട്സ് നമുക്കറിയാം റിലേറ്റഡ് ടു അസറ്റ്സ് ആണ്. പേഴ്സണൽ അക്കൗണ്ട് റിലേറ്റഡ് ടു പേഴ്സൺസ് ഓർ ഓർഗനൈസേഷൻ ആണ്. നോമിനൽ അക്കൗണ്ട് റിലേറ്റഡ് ടു ഇൻകം ആൻഡ് എക്സ്പെൻസുമായി ബന്ധപ്പെട്ടതാണ്. ഓക്കെ. ഇനി അടുത്തത് പറയുന്നത് 250 ചോദ്യമാണ്. ഡാഷ് കൺസെപ്റ്റ് ഗീവ്സ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഫോർ എ ഫേം എപ്പാർട്ട് ഫ്രം ദ പേഴ്സൺസ് കോൺസ്റ്റിറ്റ്യൂട്ടിങ് ഇറ്റ്. അതായത് ഏത് കൺസെപ്റ്റാണ് പറയുന്നത്? ഒരു സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് ഫേമിന് അല്ലേ, ആരിൽ നിന്നും വിഭിന്നമായിട്ട് ഒരു പേഴ്സൺ, അതായത് അതുണ്ടാക്കിയ ഒരു വ്യക്തിയിൽ നിന്നും വേറിട്ട ഒരു എക്സിസ്റ്റൻസ്, നിലനിൽപ്പ് ആർക്കുണ്ട്? ഒരു ഫേമിനുണ്ട് എന്ന് പറയുന്നുണ്ട്. അത് ഏത് കൺസെപ്റ്റാണ്? ഗോയിങ് കൺസേൺ ആണ്. ഗോയിങ് കൺസേൺ എന്താണ്? ഗോയിങ് കൺസേൺ എന്ന് വെച്ചാൽ ദീർഘനാളുണ്ടാവും. ബിസിനസ് ഒരു പെട്ടെന്ന് ഇന്ന് തുടങ്ങി നാളെ അവസാനിക്കുന്ന ഒരു സംഭവമല്ല, അത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒന്നാണെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് ഗോയിങ് കൺസേൺ എന്നത്. പിന്നെ അതുപോലെ ഡിസ്ക്ലോഷർ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ ഡിസ്ക്ലോഷറാണ്. കാരണം ഒന്നും സിഗ്നിഫിക്കൻ്റ് ഇൻഫോർമേഷൻ നിർബന്ധമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യണം അല്ലേ, ക്ലിയർലി, കംപ്ലീറ്റ്ലി, ഹോണസ്റ്റ്ലി എന്ന് തന്നെ പറയാം. ലീഗൽ റിക്വയർമെൻറ്റ്സിന് ആനുപാതികമായിട്ട് കൊടുക്കാൻ പറ്റുന്ന എന്ത് കാര്യങ്ങളും ഡിസ്ക്ലോസ് ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് വിൻഡോ ഡ്രസ്സിംഗ് ഒന്നും പാടില്ല, പ്രിവെൻറ്റ് ചെയ്യും ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം എന്ന് നമ്മൾ ഓർത്തു വയ്ക്കുക.
കാരണം അവർക്ക് കറക്റ്റ് പിക്ചർ എല്ലാവർക്കും കൊടുക്കുന്നതാണ് ആ ഒരു കൺസെപ്റ്റ് പ്രകാരം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഉള്ളത് ഗോയിങ് കൺസേൺ ഉണ്ട്, ഡിസ്ക്ലോഷർ ഉണ്ട്, മണി മെഷർമെൻറ്റ്. ഇപ്പോൾ ഇവിടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഡാഷ് കൺസെപ്റ്റ് ഗീവ്സ് എ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് ഉണ്ട് എന്നല്ലേ. അപ്പോൾ സെപ്പറേറ്റ് എക്സിസ്റ്റൻസ് വെച്ചാൽ അത് ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒന്നാണ് അല്ലേ. അപ്പോൾ അതുമാണ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞത് കേട്ടോ. ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്ക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിഗ്നിഫിക്കൻ്റ് ഇൻഫോർമേഷൻ എല്ലാം ഡിസ്ക്ലോസ് ചെയ്യണം. വിൻഡോസ് ഡ്രസ്സിങ് പോലെ ഒന്ന് മറച്ചു വെക്കാനോ പൂത്തിവെപ്പോ ഒന്നും പാടില്ല, എല്ലാം ഓപ്പൺ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഇൻവെൻറ്ററീസ്, അടുത്ത ചോദ്യം നോക്കുകയാണെങ്കിൽ ഇൻവെൻറ്ററീസ് ഓഫ് എ ബിസിനസ് ഫേം ഡു നോട്ട് ഇൻക്ലൂഡ്. ഇൻവെൻറ്ററീസിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. റോ മെറ്റീരിയൽസ് ഉൾപ്പെടുമോ, വർക്ക് ഇൻ പ്രോഗ്രസ് ഉൾപ്പെടുമോ, ഫിനിഷ്ഡ് ഗുഡ്സ് ഉൾപ്പെടുമോ, ബിൽസ് റിസീവബിൾ ഉൾപ്പെടും. അപ്പോൾ നമുക്കറിയാം ബിൽസ് റിസീവബിൾ ഒരു കറണ്ട് അസറ്റ് ആണെങ്കിലും അതിനെ ഇൻവെൻറ്ററി ആയിട്ട് പെടുത്തുന്നില്ല. ഓക്കെ, ഇൻവെൻറ്ററി അല്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ബിൽസ് റിസീവബിൾ ആണ് വരിക. അവർ ലീഗലായിട്ട് ബിസിനസ്സിന് കിട്ടാനുള്ള തുക തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ അത് ഓഫൺ 3 to 6 months കിട്ടുക. അതായത് ലെസ് ദാൻ 1 year ആണല്ലോ നമ്മൾ കറണ്ട് അസറ്റായിട്ട് കണക്കാക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ദ നെയിം ഓഫ് അക്കൗണ്ട് ഫോർ ദ ഡിവിഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഓഫ് എ കമ്പനി ഈസ് ടേംഡ് ആസ്. ഒരു കമ്പനി പ്രോഫിറ്റ് ഉണ്ട്, അത് വീതം വെച്ചിട്ട് ഏതേത് അക്കൗണ്ടിലേക്കാണ് മാറ്റുക എന്നാണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്കാണോ, ഡിവിഡൻഡ് അക്കൗണ്ട് ആണോ, ട്രേഡിംഗ് അക്കൗണ്ട് ആണോ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉത്തരമായിട്ട് വരിക ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ തന്നെയാണ് കേട്ടോ. ഓരോ പാർട്ട്ണർക്കും എത്രയാണ്, അല്ലെങ്കിൽ ഓരോ പാർട്ട്ണർക്കും എന്ത് കൊടുക്കണം എന്ന് ഒക്കെ ഈ നെയിം ഓഫ് ഈ അക്കൗണ്ട് ഫോർ ദ ഡിവിഷൻ ഓഫ് നെറ്റ് പ്രോഫിറ്റ് ഒക്കെ നോക്കി തീരുമാനിച്ചു വെച്ചിരിക്കും. ഓക്കെ, ഇനി ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ എന്തിനാണ്? നെറ്റ് പ്രോഫിറ്റും അതുപോലെ എസ്പെഷ്യലി പാർട്ട്ണർഷിപ്പിലാണ് കൂടുതലും യൂസ് ചെയ്യുക കമ്പനീസിലും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കോസ് ഓഫ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ്റെ കാരണങ്ങളിൽ ഉൾപ്പെടാത്തതാണ് ചോദിച്ചിട്ടുള്ളത്. മിസ്അപ്രോപ്രിയേഷൻ ആണോ, ഒബ്സലസൻസ് ആണോ, ഫോൾ ഇൻ ദ മാർക്കറ്റ് വാല്യൂ ആണോ, ഇഫ്ലക്സ് ഓഫ് ടൈം ആണോ. അപ്പോൾ ഇതിലേതാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ കോസ് ഓഫ്? ഒരു കോസ് അല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ, ഒരു കാരണമല്ലാത്തത്. അപ്പോൾ ഡിപ്രിസിയേഷൻ്റെ കാരണം അല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിസ്അപ്രോപ്രിയേഷൻ ആണ് കേട്ടോ. മിസ്അപ്രോപ്രിയേഷൻ നടത്തിയാൽ അതിനെ എന്താക്കാൻ പാടില്ല? ഡിപ്രിസിയേഷൻ്റെ കൂട്ടത്തിൽ പെടുത്താൻ പാടില്ല. ഇനി ഏർണിങ്സ് ആഫ്റ്റർ ടാക്സസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഏർണിങ്സ് ഓരോ ഔട്ട്സ്റ്റാൻഡിങ് ഷെയറിൽ നിന്നും എന്ത് ഏർണിങ്സ് ആഫ്റ്റർ ടാക്സിന് ശേഷം ഉള്ള തുക ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ആണ് ഇപ്പം ഉള്ള ഏർണിങ്സ് അതാണ് ചോദ്യം കേട്ടോ. ഇനി ഡിവിഡൻറ്റ് പെർ ഷെയർ, ഏർണിങ്സ് പെർ ഷെയർ ഹോൾഡർ, ഏർണിങ്സ് പെർ ഷെയർ, മാർക്കറ്റ് പ്രൈസ് ഷെയർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആണ് ഏർണിങ്സ് പെർ ഷെയർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. ഓക്കെ, ഏർണിങ്സ് പെർ ഷെയർ ആണ് കേട്ടോ. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സസ് അതായത് ടാക്സ് കണക്കൂട്ടി കഴിഞ്ഞ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ടാവും. അപ്പോൾ ആ നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് എന്ത് ചെയ്യും? ടാക്സ് കുറയ്ക്കും അല്ലേ. അതിന് ശേഷം എഴുതുമ്പോഴാണ് ശരിക്കും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രൂപഘടന കിട്ടുന്നത്. എത്ര പ്രോഫിറ്റ് വന്നു, എത്ര പ്രോഫിറ്റ് പോയി എന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ. അതിൻ്റെ കൂടെ നമ്പർ ഓഫ് ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഡിവൈഡ് ചെയ്തിട്ടാണ് ഈ ഒരു ഏർണിങ്സ് പെർ ഷെയർ എന്ന് പറഞ്ഞ സംഭവം കാണുന്നത്. ഓക്കെ, അപ്പോൾ അതൊരു കീ ഇൻഡിക്കേറ്ററാണ്. കമ്പനിയുടെ പ്രോഫിറ്റബിലിറ്റി ഇൻവെസ്റ്റേഴ്സ് കാരണം വലുതാവുന്നുണ്ടോ, എന്തെങ്കിലും ഹാനികരമായി ഭവിക്കുന്നുണ്ടോ എന്നൊക്കെ കമ്പനി വൈസ് നോക്കേണ്ട ഒരു ഇൻഡിക്കേറ്ററാണ്. ഓക്കെ, റിഡംഷൻ ഓഫ് ഡിബഞ്ചർ മീൻസ് ക്യാൻസലേഷൻ, റൈറ്റിംഗ് ഓഫ്, പിന്നെ കൺവേർഷൻ, റീപേയ്മെൻറ്റ്. അപ്പോൾ നമുക്കറിയാം ഡിബഞ്ചർ റിഡീം ചെയ്യാന്ന് പറയും അല്ലേ. റിഡീം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? റീപേ ചെയ്യുക എമൗണ്ട് അല്ലേ. അപ്പോൾ അതിന് പറയുന്നത് റീപേ ചെയ്യാന്നാണ്. സോ അതുകൊണ്ട് തന്നെ റീപേയ്മെൻ്റ് ആണ് ഇവിടെ ആൻസറായിട്ട് വരിക. ഇവിടെ റീപേയ്മെൻ്റ് ആണ് ആൻസറായിട്ട് വരിക. ഓക്കെ, അപ്പോൾ റിഡംഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് റിഫേഴ്സ് ടു എ പ്രോസസ് വേർ എ കമ്പനി റീപേയ്സ് ദ എമൗണ്ട് ബോറോഡ് ത്രൂ ഡിബഞ്ചേഴ്സ് വഴി വാങ്ങിയത് റീപേ ചെയ്ത് കൊടുക്കുകയാണ് ടു ദ ഡിബഞ്ചർ ഹോൾഡേഴ്സ്. ഒന്നുകിൽ അന്ന് തന്നെ, അതായത് അവരുടെ മെച്യൂരിറ്റി ഡേറ്റ് ആവുന്ന സമയത്ത്, അല്ലെങ്കിൽ ബിഫോർ ദ മെച്യൂരിറ്റി ഡേറ്റ്. ഇറ്റ് ഇൻവോൾവ്സ് റീപേയ്മെൻറ്റ് ഓഫ് ദ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് പറയുന്നത്. ഇറ്റ് ക്യാൻ ബി ഡൺ അറ്റ് പാറിൽ ചെയ്യാം, അല്ലെങ്കിൽ പ്രീമിയത്തിൽ ചെയ്യാം.
അല്ലെങ്കിൽ അവർക്കത് ഷെയറായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. അവർ വില്ലിങ് ആണെങ്കിൽ അത് കൊടുക്കേണ്ട ആവശ്യമില്ല, അതെന്തായി ഷെയറായിട്ട് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം, അങ്ങനെയും ചെയ്യാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വന്നിട്ട് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കൺസേൺഡ് വിത്ത് ഡാഷ് ക്യാഷ് ഇൻ പൊസിഷൻ. ഏത് ക്യാഷ് പൊസിഷനാണ് പറയുന്നത്? ഇൻക്രീസ് ആണോ, ഡിക്രീസ് ആണോ, ചേഞ്ച് ആണോ, ഡിമാൻഡ് ആണോ? അപ്പോൾ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് കൺസേൺ ചെയ്യുന്നത് തന്നെ ചേഞ്ച് ആണ് കേട്ടോ. ഈ ഒരു ക്യാഷ് പൊസിഷൻ്റെ വാരിയേഷൻസ് ആണ് അവിടെ മേജറായിട്ട് നോക്കുന്നത്. അടുത്തത്, ഫോർ ദ പർപ്പസ് ഓഫ് സെക്ഷൻ 6 ഓഫ് KCS ആക്ട്, മെമ്പർ ഓഫ് എ ഫാമിലി ഡസ് നോട്ട് ഇൻക്ലൂഡ് വിച്ച് ഓഫ് ദ ഫോളോയിങ്. നമ്മുടെ മെമ്പർ അല്ല എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമില്ലേ, സെക്ഷൻ 6 മെമ്പേഴ്സ് ആരാണ്, ഫാമിലി മെമ്പേഴ്സ് ആരാണ് അല്ലാത്തതെന്ന് കൊടുത്തിട്ടുണ്ട്. സോ അല്ലാത്തത് നമ്മളെപ്പോഴും നോട്ട് ചെയ്യണമെന്ന് പറയാറുണ്ട്. ഓപ്ഷൻ കൊടുത്തിട്ടുള്ളത് ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ഹാഫ് ബ്രദറും അങ്കിളുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം അങ്കിളാണ് ഇല്ലാത്തത് അല്ലേ. നമ്മുടെ ആ റിലേഷനിൽ സെക്ഷൻ 6 പ്രകാരം ഇല്ലാത്തത് ആരാണ്? അങ്കിളാണ്. സോ ആ ഒരു റിലേഷൻ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞിട്ട് ലോയിൽ ആഡ് ചെയ്യുന്ന പല കാര്യങ്ങളും അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വരാറുണ്ട്. സോ ആ ഭാഗം ഒന്ന് നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, ഇവിടെ അങ്കിളാണ്. ബാക്കി ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് സണ്ണും ഹാഫ് ബ്രദറും എല്ലാം എന്താണ്, ഫാമിലിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആൾക്കാരാണ്. അങ്കിള് മാത്രം ഇൻക്ലൂഡഡ് അല്ല. അടുത്തത് വരുന്നത് മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മെമ്പർഷിപ്പിന് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഉണ്ടല്ലോ, പുതിയൊരു സംഭവം. അപ്പോൾ അതിൽ ഏജ് ലിമിറ്റാണ് ചോദിച്ചിട്ടുള്ളത്. മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് യൂത്ത് കോപ്പറേറ്റീവ്സിൽ കേട്ടോ. മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ് വന്നിട്ടുള്ളത്? അപ്പോൾ ഓപ്ഷൻസ് നോക്കാം. 40 ഇയേഴ്സ്, 45 ഇയേഴ്സ്, 50 ഇയേഴ്സ്, അങ്ങനെ ഒരു മാക്സിമം ഏജ് ലിമിറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? 45 ഇയേഴ്സാണ് കേട്ടോ. 45 വയസ്സാണ്. നോട്ട് ചെയ്ത് വയ്ക്കുക. ദ മാക്സിമം ഏജ് ലിമിറ്റ് പ്രിസ്ക്രൈബ്ഡ് ഫോർ മെമ്പർഷിപ്പ് ഇൻ എ യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റി ഷാൾ ബി 45 ഇയേഴ്സ്. നെക്സ്റ്റ് വന്നിട്ട്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഷാൾ നോട്ട് കെപ്റ്റ് ഓപ്പൺ ടു ഇൻസ്പെക്ഷൻ ടു ഇറ്റ്സ് മെമ്പേഴ്സ് അറ്റ് ദ രജിസ്റ്റേർഡ് ഓഫീസ് ഓഫ് ദ സൊസൈറ്റി ആസ് പെർ സെക്ഷൻ 19B. 19Bയിൽ പറയുന്നുണ്ട് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ടു മെമ്പേഴ്സ് അല്ലേ. അവിടുത്തെ മെമ്പേഴ്സിൻ്റെ രജിസ്റ്റേർഡ് ഓഫീസിൽ, അവിടെയുള്ള അവരുടെ ഹെഡ് ഓഫീസിൽ അത് അവൈലബിൾ ഫോർ ഓപ്പൺ ഇൻസ്പെക്ഷൻ എന്ന് പറയുന്നുണ്ട്. എന്തൊക്കെയാണെന്നും അവിടെ കറക്റ്റായിട്ട് പറയുന്നുണ്ട് 19Bയിൽ കേട്ടോ. അപ്പോൾ ഇതിലല്ലാത്തതാണ് ചോദിച്ചിട്ടുള്ളത്, ഷാൾ നോട്ട് കെപ്റ്റ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ആണ്, ഒരെണ്ണം മാത്രമല്ല. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആണോ, കോപ്പി ഓഫ് ദ KCS ആക്ട് ആണോ, മിനിറ്റ്സ് ബുക്ക് ഓഫ് ദ AGB ആണോ, ഓക്കെ, ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ്, ബൈലോ ഓഫ് ദ സൊസൈറ്റി. അപ്പോൾ ബൈലോ എന്തായാലും അവിടെ നിർബന്ധമായിട്ടുണ്ടാവും. രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ KCS ആക്ടിൻ്റെയും റൂൾസിൻ്റെയും കോപ്പി ഉണ്ടായിരിക്കും. ഇപ്പോൾ കറണ്ടായിട്ട് എന്തെങ്കിലും ബൈലോ അമെൻമെൻ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ബൈലോ ആയിട്ടുണ്ടായിരിക്കുക. പക്ഷേ മിനിറ്റ്സ് ബുക്ക് മാത്രം വെക്കില്ല കേട്ടോ. മിനിറ്റ്സ് ബുക്ക് ഓഫ് AGB ഉണ്ടോ? ഇല്ല. സോ അത് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ ഉള്ളതല്ല. സോ അതുകൊണ്ട് അതൊന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, AGBയുടെ മിനിറ്റ്സ് ബുക്ക് ഓപ്പൺ ഫോർ ഇൻസ്പെക്ഷൻ കാണാൻ പറ്റില്ല, വെക്കാനും പാടില്ല ആസ് പെർ 19B. ഓക്കെ. അടുത്തത്, ദ ഓഡിറ്റ് റിപ്പോർട്ട് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ഡാഷ് ഷാൾ ബി ലെയ്ഡ് ബൈ ദ ഗവൺമെൻറ് ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ആരുടെ ഓഡിറ്റ് റിപ്പോർട്ടാണ് ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് മുമ്പാകെ ഗവൺമെൻറ് സമർപ്പിക്കുന്നത്? പ്രത്യേകം നോട്ട് ചെയ്യണം, ആരാണ് സമർപ്പിക്കുന്നത്. ചിലപ്പോൾ രജിസ്ട്രാർ ആണോ എന്ന് ചോദിക്കും, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഏജൻസി ആണോ ചോദിക്കുക. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യണം, ഗവൺമെൻറ് ആണ് കേട്ടോ. ഷാൾ ബി ലെയ്ഡ് ഡൗൺ ബൈ ദ ഗവൺമെൻറ് ബിഫോർ എവിടെ? ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോൾ 3 പോയിൻറ്റും പഠിക്കണം. അപ്പോൾ ഇതിൽ ഉത്തരമായിട്ട് വരുന്നത് അസിസ്റ്റഡ് ആണോ, അപ്പെക്സ് ആണോ, കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണോ, ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരമായിട്ട് വരുന്നത് ഏതായിരിക്കും ഉത്തരമായിട്ട് വരിക? അപ്പെക്സ് സൊസൈറ്റീസ് ആണ് ഇവിടെ ഉത്തരമായിട്ട് വരിക കേട്ടോ. അപ്പെക്സ് സൊസൈറ്റീസ് ആണ് ഉത്തരമായിട്ട് വരിക. ഓക്കെ, അപ്പോൾ അപ്പെക്സ് സൊസൈറ്റീസ് എന്ന പോയിൻറ്റും ഒരു ഡാഷ് വരാം സാധ്യതയുണ്ട്. പിന്നെ വേറൊരു ഡാഷ് വരാൻ സാധ്യതയുള്ള ബൈ ദ ഗവൺമെൻറ് ആണ്. അതുപോലെ തന്നെ ഈ ബിഫോർ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി, ഈ 3 പോയിൻറ്റും പഠിച്ചിരിക്കുകയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ആസ് പെർ സെക്ഷൻ 22 ആണ്. 22 പ്രകാരം ഒരു ഇൻഡിവിജ്വൽ മെമ്പർ, അർബൻ കോപ്പറേറ്റീവ് ബാങ്കിലെ ഇൻഡിവിജ്വൽ മെമ്പർ ഷാൾ ഹോൾഡ് ഷെയർ നോട്ട് എക്സീഡിങ് എത്ര പെർസെൻറ്റേജിൻ്റെ മുകളിൽ ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെയാണ് പറഞ്ഞത് കേട്ടോ. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൻ്റെ ഇൻഡിവിജ്വൽ മെമ്പർ, UCBയിലെ ഇൻഡിവിജ്വൽ മെമ്പർ എത്ര ഷെയർ കൂടാൻ പാടില്ല എന്ന് ചോദിച്ചിട്ടുണ്ട്. സോ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് 5, 10, 15, 20 ആണ്. അപ്പോൾ ഉത്തരമായിട്ട് വരികതാണ് ഒരു ഇൻഡിവിജ്വൽ മെമ്പറുടെ കാര്യമാണ് UCBയിൽ പറയുന്നത് കേട്ടോ. 5% ആണ് പറയുന്നത്. 5% കൂടാൻ പാടില്ല എന്നാണ്. ടോട്ടൽ ഷെയർ ക്യാപിറ്റലാണ് കേട്ടോ. ടോട്ടൽ ഷെയർ ക്യാപിറ്റലിൽ 5% കൂടുതൽ ഇൻഡിവിജ്വൽ മെമ്പർ UCBയിൽ ഹോൾഡ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റ്യനാണ്, ഒന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. ചില ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നമുക്ക് തോന്നും അല്ലേ, റെയറായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ പോലെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ,
ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ ഡാഷ്. ആരുടെ ഡ്യൂട്ടിയാണ്? ടു എൻഷുർ ദ ആക്യുറസി ഓഫ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ്. ആരുടെ ആയിരിക്കും? പ്രസിഡൻ്റ് ആണോ, ചീഫ് എക്സിക്യൂട്ടീവ് ആണോ, മാനേജിംഗ് കമ്മിറ്റി ആണോ, ചീഫ് അക്കൗണ്ടൻ്റ് ആണോ? അപ്പോൾ ഇവിടെ 2 ഇമ്പോർട്ടൻ്റ് പോയിൻ്റ് നോട്ട് ചെയ്ത് വെക്കണം. അതായത് ഇറ്റ് ഷാൾ ബി ദ ഡ്യൂട്ടി ഓഫ് ദ മാനേജിംഗ് കമ്മിറ്റി. ഇവിടെ ഉത്തരം എന്താണ്? മാനേജിംഗ് കമ്മിറ്റിയാണ്. മാനേജിംഗ് കമ്മിറ്റിക്കാണ് എൻഷുർ ചെയ്യേണ്ടത്. അവർ എൻഷുർ ചെയ്യണം അവരുടെ ഈ ഒരു ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് പെർഫെക്റ്റ് ആണോ എന്ന് നോക്കേണ്ടത് മാനേജിംഗ് കമ്മിറ്റിയുടെ ചുമതലയാണ്. എന്നാൽ ഇത് പ്രിപ്പയർ ചെയ്യേണ്ടത് ആരുടെ ഡ്യൂട്ടിയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ് അല്ലേ. ഇത്തരത്തിലുള്ള ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്ന ഉത്തരവാദിത്തം ആരുടെയാണ്? ഉണ്ടാക്കിയിട്ട് ഇവർക്ക് കൊടുക്കണം. മാനേജിംഗ് കമ്മിറ്റി മുമ്പാകെ പ്രസൻറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ അത് ആരുടെ ഡ്യൂട്ടിയാണ്? ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ ഡ്യൂട്ടിയാണ്. ഓക്കെ, ഇവിടെ മാനേജിംഗ് കമ്മിറ്റിയാണ് ഉത്തരം കേട്ടോ. മാനേജിംഗ് കമ്മിറ്റിയുടെ ഡ്യൂട്ടിയാണ് ടു എൻഷുർ ദ അക്യുറസി ഓഫ് ദ ഫിനാൻഷ്യൽ ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നിട്ട് 1 റെപ്രസെൻറ്റേറ്റീവ് ജനറൽ ബോഡി, RGB എന്ന് പറയില്ലേ, മെമ്പർ ഷാൾ റെപ്രസെൻറ്റ് അറ്റ്ലീസ്റ്റ് എത്ര മെമ്പേഴ്സിനെയാണ് ഒരാൾ പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് അംഗങ്ങളുണ്ടെങ്കിലാണ് നമുക്ക് എല്ലാവരും വിളിച്ചു കൂട്ടാൻ പറ്റില്ല, ഒരു വലിയ ഹാൾ വേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ളിടത്താണ് ഈ RGB ഫോം ചെയ്യുക. അപ്പോൾ RGBയിൽ ഒരു മെമ്പർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര മെമ്പറെ പ്രതിനിധാനം ചെയ്യുന്നു എന്നാണ് ക്വസ്റ്റ്യൻ കേട്ടോ. അപ്പോൾ ഒരു മെമ്പർ എത്ര ആളേനെയാണ്? 50 ആളേനെയാണ്. 50 മെമ്പേഴ്സിന് ഒരാളെന്ന് പറഞ്ഞ രീതിയിലാണ് RGBയിലേക്ക് ആളെ എടുക്കാറ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ സെക്രട്ടറി ഓഫ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ. ഓക്കെ, the secretary of the state cooperative election commission shall be an officer not below the rank of cooperative departmentൻ്റെ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്ന് ചോദിച്ചിട്ടുള്ളത്? സെക്രട്ടറി ആണ് കേട്ടോ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയുടെ കാര്യമാണ് പറയുന്നത്. ഏത് റാങ്കിലാണ്? അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണോ, അഡീഷണൽ രജിസ്ട്രാർ ആണോ, ജോയിൻറ്റ് രജിസ്ട്രാർ ആണോ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ആണോ? ആരാണ്? സെക്രട്ടറിയാണ് പറഞ്ഞിട്ടുള്ളത്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ്റെ സെക്രട്ടറിയാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചു വെക്കണം കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യത ഉള്ളതാണ്. അപ്പോൾ ഇവിടെ സെക്രട്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായിരിക്കും? ജോയിൻറ്റ് രജിസ്ട്രാർ, ജില്ല ഭരിക്കുന്ന ജോയിൻറ്റ് രജിസ്ട്രാറാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? സെക്രട്ടറി ആയിട്ട് വരേണ്ടത് കേട്ടോ. സെക്രട്ടറി ഓഫ് ദി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ഇലക്ഷൻ കമ്മീഷൻ ജോയിൻറ്റ് രജിസ്ട്രാറിൽ കുറയാൻ പാടില്ല എന്നാണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ വന്നിട്ട് ഓഫീസ് ഓഫ് എ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ. ഈ സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയൻ്റെ ഓഫീസ് എവിടെയാണ് എവിടെയാണ് പ്രവർത്തിക്കുന്നതെന്നാണ് റൂൾ 127 പറയുന്നുണ്ട് അതിനെക്കുറിച്ച്. അപ്പോൾ അതാണ് ചോദിച്ചിട്ടുള്ളത്. അസിസ്റ്റൻറ്റ് രജിസ്ട്രാറുടെ വാല്യുവേഷൻ്റെ ഓഫീസിലാണോ, അതോ ജനറലിൻ്റെ ഓഫീസിലാണോ, അതോ ജോയിൻറ്റ് രജിസ്ട്രാർ ഓഫീസിലാണോ, ഡെപ്യൂട്ടി രജിസ്ട്രാർ ഓഫീസിലാണോ? എവിടെയാണ് ഇവരുടെ CCUൻ്റെ കേട്ടോ ഓഫീസ്? CCU എന്ന് വെച്ചാൽ ആ ഒരു സർക്കിളിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള CCUൻ്റെ ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഉത്തരമായിട്ട് വരുന്നത് നമ്മുടെ AR ജനറലിൻ്റെ ഓഫീസിലാണ് ഈ ഒരു CCUൻ്റെ ഓഫീസ് ഉണ്ടായിരിക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആയ ക്വസ്റ്റൻ ആണ് കേട്ടോ. അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ജനറലിൻ്റെ ഓഫീസിലാണ് ആരുണ്ടാവുക? CCUൻ്റെ ഓഫീസ് വർക്ക് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് 265 ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കുറച്ചും കൂടി കൂടുതൽ നല്ല ക്വസ്റ്റ്യൻസൊക്കെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്